ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എൻ ഫാമിലി മീഡിയ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അനിയത്തിയുടെ പ്യൂബർട്ടി സെറമണി വീഡിയോ ആണ്. അപ്പോൾ ആ പരിപാടിയുടെ തലേ ദിവസം അച്ഛൻ്റെ അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് സർപ്രൈസ് ആയിട്ടൊരു കേക്ക് വാങ്ങിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, അക്ഷരലക്ഷ്മി സൂപ്പർ സിംഗറിൽ സെക്കൻഡ് റണ്ണറപ്പ് ആയിരുന്നു. അപ്പോൾ അക്ഷരയും അക്ഷരയുടെ ഡാഡിയും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു തലേ ദിവസം തന്നെ. അപ്പോൾ കേക്ക് മുറിക്കുന്ന ടൈമിൽ ഇവരും പിന്നെ വല്യമ്മയുടെ മോളും ഉണ്ടായിരുന്നു. പിന്നെ ഒരു രാത്രി 8 മണി ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് മാമനും അമ്മായും അമ്മമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് വല്യമ്മയുടെ മോള്, വർഷ എന്നാണ് പേര്. ഇതാണ് അക്ഷരയുടെ അമ്മ, സുജിത എന്നാണ് പേര്. അപ്പോൾ ഇതാണ് അക്ഷരയുടെ ഡാഡി, ശ്രീരാജ് എന്നാണ് പേര്. ഞങ്ങൾ കുഞ്ഞേട്ടൻ എന്നാണ് വിളിക്കുക. അപ്പോൾ തലേ ദിവസത്തെ ഫുഡ് നൂലപ്പും കുറുമക്കറിയായിരുന്നു. അപ്പോൾ തലേ ദിവസം തന്നെ രാത്രി അച്ഛൻ മൈലാഞ്ചി ഇട്ട് കൊടുക്കായിരുന്നു അവൾക്ക്. അപ്പോൾ അച്ഛൻ നന്നായിട്ട് വരയ്ക്കും. ഇങ്ങനെ പരിപാടികളൊക്കെ വരുമ്പോൾ അച്ഛനാണ് മൈലാഞ്ചി ഇട്ട് തരാറ്. അപ്പോൾ പരിപാടിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചെറിയൊരു ഹാള് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെക്കറേഷൻ ഇതൊക്കെ ചെയ്തത് ചേട്ടന്മാരും അച്ഛനൊക്കെ കൂടിയിട്ടായിരുന്നു. അവരവിടെ ഡെക്കറേറ്റ് ചെയ്യണ സമയം കൊണ്ട് ഞങ്ങളിവിടെ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങി. ചേച്ചിമാരാണ് എന്നെ ഒരുക്കിയത്. അപ്പോൾ ഗൈസ്, ഉള്ള ആദ്യത്തെ കോസ്റ്റ്യൂം ഒരു ധാവണിയായിരുന്നു. പിന്നെ അമ്മയാണ് എനിക്ക് മുടി കെട്ടി അമ്മ. മുടി കെട്ടി കൊടുത്തത് അമ്മയാണ് കേട്ടാ. ഞാൻ മുടി കെട്ടിയ ശരിയാവില്ല. അപ്പോൾ വെള്ള ഓറഞ്ച് ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഞങ്ങൾ ഫാമിലി ഓറഞ്ച് ഡ്രസ് കോഡാണ് ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗൈസ്, ഉള്ള ഫൈനൽ ലുക്ക് ഇതാണ്. ഇത് അമ്മായിയാണ്, അമ്മായിയുടെ മോളുടെ കുട്ടിയാണിത്. അപ്പോൾ എല്ലാവരും ഹാളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാണ്. അപ്പോൾ അവളെ കാറിലാണ് കൊണ്ടുപോയത്. ബാക്കിയുള്ളവരൊക്കെ നടന്നിട്ടാണ് ഹാളിലേക്ക് പോയത്. നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ, അടുത്തായിരുന്നു. അപ്പം ഞങ്ങൾ ഹാളിലെത്തിയപ്പോൾ അവിടെ കുറേ പേര് എത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ അങ്ങോട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതാണ് കണ്ണമാമനും ശ്രീജമ്മായും. ഇതാണ് പ്രമോദിനി അമ്മായി. ഇതാണ് സതിമാമനും ശ്യാമളമ്മായും. ഇതാണ് അമ്മമ്മ, അമ്മയുടെ അമ്മയാണ്. 3 അമ്മായിമാരാണ് ഉണ്ടായിരുന്നത്. അവരാണ് ചടങ്ങുകളൊക്കെ ചെയ്യണ്ടായിരുന്നത്. ഇത് അമ്മയുടെ ചേച്ചി വിജി വല്യമ്മയാണ്. ഇത് അച്ഛൻ്റെ ചേട്ടൻ കണ്ണവല്യച്ഛനും വല്യമ്മയാണ്. ഇതാണ് ശീലമ്മായി. മോഹനമാമ ഉണ്ടായിരുന്നു, ആള് നേരം വൈകിട്ട് വന്നിട്ടാ. ഇതാണ് കുമാരി അമ്മായി. ഇതാണ് ശ്രീജിത്താട്ടനും ഐശ്വര്യ ചേച്ചി ഉണ്ണിയും. ഇതാണ് ഉണ്ണിയേട്ടനും ആശേച്ചിയും. ഇവർക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ, ആശ ഉണ്ണി എന്നാണ് പേര്. ഇതാണ് ശ്രീലക്ഷ്മി ചേച്ചി. ഇതാണ് കുട്ടാപ്പേട്ടൻ, ധീരാജ് എന്നാണ് പേര്. ഞങ്ങൾ കുട്ടാപ്പേട്ടൻ എന്നാണ് വിളിക്കുക. ഇതാണ് മനീഷേച്ചി. ഇതാണ് പ്രദീപേട്ടനും മാതിരേച്ചിയും. ഇതാണ് മുത്തുവല്യച്ഛനും വല്യമ്മയും. അവരുടെ മോനാണ് കേട്ടോ നേരത്തെ പറഞ്ഞ പ്രദീപേട്ടൻ. ഇതാണ് ഷീബേച്ചിയും അരുൺചേട്ടനും. ഇതാണ് ശ്രീമോൾ ചേച്ചി. അനുശ്രീ എന്നാണ് പേര്, സതിമാമൻ്റെ അമ്മായിയുടെ മോളാണ്. ഇതാണ് മാളു ചേച്ചി. അശ്വിനി എന്നാണ് ശരിക്കത്തെ പേര്, ശ്രീജമ്മായിയുടെ മാമൻ്റെയും മോളാണ്. ഇതാണ് അൻസിക, ആശേച്ചിയുടെയും ഉണ്ണേട്ടൻ്റെയും മകളാണ്. പിന്നെ പലഹാരം കൊടുത്തത് ഞങ്ങൾ 3 പേരാണ് കേട്ടോ കൊടുത്തത്. പിന്നെ പലഹാരം കൊടുത്തത് നമ്മുടെ കുട്ടീസാണ് കേട്ടോ, അക്ഷരയും പിന്നെ പ്രദീപേട്ടൻ്റെയും ആതിരേശ്വരിയും മോളാണ് കേട്ടോ, അഡ്വിക എന്നാണ് പേര്. അങ്ങനെ പലഹാരം കൊടുക്കുന്ന ചടങ്ങൊക്കെ കഴിഞ്ഞു. അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് ചന്ദനവും അതേപോലെ കുങ്കുമൊക്കെ തേക്കലായിരുന്നു കേട്ടോ.
ഇതാണ് 3 അമ്മായിമാർ. അപ്പോൾ അവർ കൊണ്ടുവന്നാണ് ഈ ഡ്രസ്സ്. അപ്പോൾ ഈ ഒരു തട്ടിൽ അവൾക്കിടാനുള്ള ഡ്രസ്സും വളയും മാലയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളിനി നെക്സ്റ്റ് ഇടാൻ പോണ കോസ്റ്റ്യൂമാണിത്. ഇതാണ് കേട്ടോ അടുത്ത ചടങ്ങ്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 തവണ കുത്തിയിട്ട് 3ാമത്തെ കുത്തിൽ കൈ ഉള്ളിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കുറേ പൊതികളുണ്ട്. അതിൽ പൂവ്, മഞ്ഞൾ, പിന്നെ സ്വർണം, പിന്നെ കൽക്കരി, നെല്ല് അതൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അവളോട് അമ്മായി പ്രാർത്ഥിച്ചിട്ട് എടുക്കാൻ പറയാണ് കേട്ടോ. അപ്പോൾ അവൾ എന്തൊക്കെ എടുക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ തവണ എടുത്തത് മഞ്ഞളാണ് എടുത്തത്, 2ാമത്തെ തവണ പൂവും, 3ാമത്തെ തവണ സ്വർണ്ണമാണ് എടുത്തത്. അപ്പം ഇത് 3 അവൾ എടുത്തത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് പരിപാടി ചെറിയൊരു കേക്ക് കട്ടിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അവളവിടെ ഇരുത്തായി. അവൾക്ക് അങ്ങനെ മധുരം കഴിക്കണതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ എല്ലാവരും കൂടി മധുരം കൊടുത്തപ്പോൾ അവൾക്കാകെ പറ്റാണ്ടിരിക്കുകയാണ്, ഒരു കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അവൾ കരയണ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഡിലീറ്റായി പോയി. പിന്നെ വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മുടെ കേക്ക്. അപ്പോൾ നെക്സ്റ്റ് ലാസ്റ്റ് പരിപാടികളായിരുന്നു, കലാപരിപാടികൾ. അപ്പോൾ പാട്ട് പാടലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അക്ഷരയുടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പാട്ടൊക്കെ ഇതൊക്കെ നടക്കുന്ന ടൈമിൽ കൊണ്ട് ഞങ്ങൾ അവളുടെ ഡ്രസ്സ് പോയി മാറ്റിയിട്ട് വന്നു കേട്ടോ. പിന്നെ അവൾ വന്നതിന് ശേഷം ആരതി ഒഴിയായിരുന്നു കേട്ടോ. ഇതാണ് പുള്ളു ചേച്ചിയും ജയേഷേട്ടനും. വർഷ എന്നാണ് കേട്ടോ ചേച്ചിയുടെ ശരിക്കത്തെ പേര്. നെക്സ്റ്റ് ഫുഡ് കഴിക്കണ പരിപാടിയായിരുന്നു. ഫുഡ് കഴിക്കണ സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു. ഫുഡ് കഴിക്കണ സമയത്ത് അക്ഷര ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി വരികയായിരുന്നു. അവള് എല്ലാവരോടും ചോദിക്കണ്ടായിരുന്നു കേട്ടോ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഗൈസ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ലാസ്റ്റ് ആയപ്പോൾ അവർ ഈ ഡെക്കറേഷൻ ഇതൊക്കെ ഊരി കളിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.